വെള്ളത്തിൽ 2-3 ലിറ്റർ വെള്ളത്തിൽ ഇട്ടു. പിന്നെ അതിലേക്ക് 1 കിലോ ചാണകം, പച്ചച്ചാണകം ഇട്ടു. ഒരു 300 ശർക്കര ഇട്ടു. എന്നിട്ട് അതിട്ടിട്ട് നമ്മളൊരു 4-5 ദിവസം ഒരു ദിവസത്തിൽ ഒരു വട്ടം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ഇങ്ങനെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ഞാൻ അതിലേക്ക് ഒരു 5 ഇരട്ടി, 4 അല്ല, ഒരു 5 ഇരട്ടി വെള്ളം ഒഴിച്ചു. അതായത് ഒരു 2 ലിറ്റർ ഉണ്ടാവും നമ്മുടെ മെൽറ്റായത്. അതുകൂടെ ഒരു 5 ഇരട്ടി വെള്ളം ഒഴിച്ചു. ആ വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് തെളി ഒരു 2 കപ്പ് ഈ ഒരു മാവിനും എല്ലാത്തിനും ഞാൻ കുറേ വെച്ചിട്ടുണ്ട്, അതിനൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ അത് അവസാനിക്കും ഒരു തവണ. അത് അങ്ങനെ 15 ദിവസം കൂടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, പല വീടുകളിലും പല ആളുകളും ശ്രദ്ധിക്കാതെ നല്ലൊരു മാവും തൈ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കും. പക്ഷേ അതെങ്ങനെ വെക്കുകയെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഒരു കുഴി എടുക്കും, അതിൽ കുറച്ച് ചാണകപ്പൊടി മണ്ണും കൂടിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക, വെള്ളം കൊടുക്കുക. പക്ഷേ നമുക്ക് 2 വർഷം കൊണ്ട് മാങ്ങ ഉണ്ടാവണത് അപ്പം 5 വർഷം 6 വർഷമായിട്ടും മാങ്ങ ഉണ്ടാവില്ല. പിന്നെ തന്നെയല്ല 6 മാസം 1 കൊല്ലം കഴിഞ്ഞാലും ഇതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഒരു വളർച്ചയില്ല. ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അറിവാണ് കേട്ടോ ഞാനിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ മാവും തൈ ആയാലും പ്ലാവും തൈ ആയാലും റംബൂട്ടാനായാലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും. കുറച്ച് ശ്രദ്ധിക്കണം, നമുക്ക് അതിനോടൊരു ഇഷ്ടം കൂടി വേണം കേട്ടോ. ഈ ഒരു കാണുന്ന മാവും തൈ ഇല്ലേ, ഇത് വാങ്ങി കൊടുന്നിട്ട് 8 മാസമായിട്ടുള്ളൂ. 2.5 അടി ഉയരമുള്ള വെറും ഒറ്റ തടിയായിട്ടുള്ള ഒരു മാവും തൈ വാങ്ങി കൊണ്ടുവന്ന് വെച്ചത്, ഒറ്റ ഇല മാത്രം, അതായത് വണ്ണുണ്ടെന്നല്ല, ആ വാങ്ങി കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷെ വെക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ വെച്ചത്. കാരണം നമ്മൾ വെക്കുമ്പോഴാണ് ആദ്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിരിക്കണം നോക്കി 30 ലിറ്റർ കൊള്ളുന്ന ഒരു കവറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നിർത്തി വലുതാക്കാനല്ല, എനിക്ക് ഡ്രമ്മിലേക്ക് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഡ്രമ്മിലേക്ക് വെക്കണത്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഒരു മാവും തൈ അല്ല വെച്ചിട്ടുള്ളത്, ഒരു 3-4 മാവും തൈ വെച്ചിട്ടുണ്ട്. പിന്നെ പേര, റംബൂട്ടാൻ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ എനിക്ക് ആകെ 10 സെൻറ്റ് സ്ഥലം വീടാനുള്ളത്. ഇതിൻ്റെ ഉള്ളിലെല്ലാം കൂടി കൊള്ളില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു ചിക്കും ഒരു മാവും വെച്ചാൽ ബാക്കിയുള്ള വീട് കഴിച്ച് ബാക്കിയുള്ള സ്ഥലം കഴിയും. അപ്പം നമുക്ക് ഈ 2 പഴം മാത്രം കഴിച്ചാൽ പോരാ, എല്ലാം കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രമ്മിലാണ് ഇതൊക്കെ വെക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് മാങ്ങ ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരുപാട് ഉയരത്തിൽ പോവില്ല. പിന്നെ അത്യാവശ്യം ഒരു 4-5 മാവൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ എല്ലാത്തുമൊന്നും കുറേശ്ശെ മാങ്ങ കിട്ടുമല്ലോ, അത് മതി. ഒരു മാവുണ്ട്, ഒരുപാട് വലിയ മാങ്ങയായി, ഒരുപാട് മാങ്ങ വീണ് പോവുക, ചീഞ്ഞ് പോവുക, കുറേ കിളികൾ കിളികൾ കൊണ്ടോട്ടെ, അവർക്ക് എന്തായാലും ഞാൻ കൊടുക്കും. പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ളതേ കിട്ടുന്നുണ്ടോ, നമുക്ക് 4-5 വെറൈറ്റി കഴിക്കാം. അതിനാണ് ഞാൻ ഈ ഡ്രമ്മിലേക്ക് വെക്കാൻ തീരുമാനിച്ചത്. പിന്നെ സ്ഥലമില്ല, അത് കാരണം. അപ്പം ഞാൻ ഈ 30 ലിറ്ററിൻ്റെ വന്ന വശം 30 ലിറ്ററിൻ്റെ വെച്ചില്ല. വന്ന ഒരു മാസത്തോളം കൊണ്ടുവന്ന കവറിൽ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ വെക്കണം നമ്മൾ. നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ വീടിൻ്റെ കാലാവസ്ഥ അവർക്ക് പിടിക്കണം. അപ്പോൾ ഒരു മാസം ഞാൻ അങ്ങനെ വെച്ചു, വെള്ളം ഒഴിച്ചെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു 30 ലിറ്റർ ഇതിൽ കാണുമ്പോൾ ചെറുതായിക്കോട്ടെ കേട്ടോ, നല്ല സ്ഥലമുള്ള ഒരു കവറാണത്. ഒരു 10-15 രൂപ അതിന് വിലയുള്ളൂ. അപ്പോൾ ഈ ഡ്രമ്മിൽ ആദ്യം തന്നെ നമ്മൾ ഡ്രമ്മിൽ വെക്കുമ്പോൾ ഡ്രമ്മ് വലിയതും ചെടി ചെറുതുമാണ്. അപ്പോൾ അതിൻ്റെ വളർച്ച ശരിയാവില്ല. അപ്പോൾ നമ്മൾ വലുതായിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് വെക്കാറായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അത് വെക്കുമ്പോൾ ഞാൻ ചെയ്ത കാര്യം പറയാം. നിങ്ങൾ അതുപോലെ തന്നെ വെക്കുക. ഇനി അതുപോലെ വെക്കാൻ പറ്റാണ്ട് മുന്നിൽ വെച്ച് കഴിഞ്ഞവർക്കും ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വെക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയൊരു കുഴി എടുക്കണം. ഒരു 2 അടി 2.5 അടി താഴ്ചയുള്ള നല്ല അതേപോലെ വിസ്തീർണ്ണമുള്ള ഒരു കുഴി എടുക്കുക. ആ കുഴി എടുത്തിട്ട് അതിൽ ഒരു ചെറിയ പാട്ട ചാണകപ്പൊടി, പിന്നെ ഒരു അതേപോലെ തന്നെ അളവിൽ ചകിരിച്ചോറ് എപ്പോഴും നമ്മൾ കഴുകിയിട്ടുള്ള ചകിരിച്ചോറ് ഇട്ടാൽ അതിൽ കറ പാടില്ല. ആദ്യമൊക്കെ ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഇഷ്ടിക പോലെ അത് കിട്ടുക, അത് നമ്മൾ വലിയൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അത് പിറ്റേ ദിവസം ആകെ അങ്ങനെ ഭൂമി പോലെയായിട്ട് കിടക്കുന്നുണ്ടാവും. എന്നിട്ട് അത് അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ഊറ്റിയെടുക്കുക. വെറുതെ കൈ കൊണ്ട് വാരി വേറൊരു നിലത്തിട്ടാൽ മതി. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ പോവും, അതിങ്ങനെ തവിട് പോലെയാവും. അതും ഈ മണ്ണിലൊരു പാട്ട ചേർക്കുക, ചെറിയ പാട്ടാട്ട രണ്ടും, ചാണകപ്പൊടിയും ഈ ഒരു ചകിരിച്ചോറും ചേർക്കുക. 1/2 കിലോ കപ്പലണ്ടി പിണ്ണാക്ക് ഒന്ന് പൊടിച്ച് ചേർക്കുക. 1/2 കിലോ എല്ലുപൊടി ചേർക്കുക. 250 വേപ്പിമിണ്ണാക്ക് ചേർക്കുക. വേപ്പിമിണ്ണാക്ക് എങ്ങനെ വെച്ചാൽ മണ്ണിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക, കീടങ്ങളെ നശിപ്പിക്കാൻ നല്ലതാണ്. ഇതൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങുക, പഴയതിരിക്കുന്നത് വാങ്ങരുത് കേട്ടോ. എല്ലുപൊടിയും വേപ്പിമിണ്ണാക്കും പഴയത് കിട്ടും, കുറച്ച് നല്ലത് വാങ്ങുക. എന്നിട്ട് ഇതൊക്കെ എല്ലാം കൂടി കൂട്ടി കലർത്തിയിട്ട് നമ്മുടെ കുഴിയിലിടുക. കുഴിയിലിട്ടിട്ട് ആ കുഴി നിറയും. അപ്പോൾ കുഴി നിറഞ്ഞിട്ട് അതിലൊരു കുഴി എടുത്തിട്ട് വേണം നമ്മുടെ ഈ മാവും തൈ വെക്കാൻ. ആ മാവും തൈ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നല്ലോണം മണ്ണ് ഇട്ട് കൊടുക്കുക.
നമ്മുടെ മണ്ണിട്ട് കൊടുക്കുമ്പോൾ അതവിടെ ഉറയ്ക്കും. എന്നിട്ട് 2 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വർഷക്കാലത്താണെങ്കിൽ 2 നേരം വേണ്ട, വേനൽക്കാലത്താണ് ഞാൻ അതൊക്കെ വെച്ചത്. അപ്പോൾ 2 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് വെച്ചിട്ട് വെറും 7-8 മാസമായിട്ടുള്ളൂ. 7-8 മാസം ആകുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ പടർന്നു വന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഉയരം പോണത് ഇഷ്ടമല്ല. കാരണം ഉയരം പോയി കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ ഉണ്ടായാലും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും എന്തെങ്കിലും ഇലയ്ക്ക് കീടൊക്കെ ഉണ്ടെച്ചെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വന്നിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഇതിൽ വെച്ചില്ലേ, ഈ ഒരു കവറിൽ വെച്ചപ്പോൾ ഞാൻ അതിൻ്റെ 3/4 ഭാഗം വെച്ച് മുറിച്ച് കളഞ്ഞു. അപ്പോൾ ചെറിയൊരു ഉയരം കുറഞ്ഞിട്ടുള്ള ഒരു കുറ്റി പോലെയാണ് കിട്ടിയത്. പക്ഷേ പേടിച്ചൊന്നുമില്ല. കുറച്ച് സാഫ് ചാലിച്ചിട്ട് അതിൻ്റെ ആ മുറിവുള്ള ഭാഗത്ത് വെച്ച് അവിടെ വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഒരു ചെറിയൊരു കവറാകുമ്പോൾ വെച്ച് കെട്ടി. അപ്പോൾ അത് ചെയ്യാതിരിക്കാനും വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ചെയ്യാതിരിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പൊടിപ്പ് വന്നത് എന്താണ്, 1-1.5 മാസം കഴിയുമ്പോഴേക്കും പൊടിപ്പ് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എന്നും എപ്പോഴും വന്ന് നോക്കും. അതാണ് എൻ്റെ സ്വഭാവം. എനിക്ക് അത്ര ഇഷ്ടമാണ് ഇവരെ, അതുകൊണ്ടാണ്. അപ്പോൾ അത് വന്ന് നോക്കുമ്പോൾ ഒരു 1-1.5 മാസമായപ്പോഴേക്കും ഇതുമെന്ന് പുതിയ തളിരുകൾ വന്നു. ഇത് തളിര് വന്നത് നമ്മൾ കൊടുത്ത അടിവളം കൊണ്ടാണ്. അതല്ലാതെ നമ്മളിങ്ങനെ വെറും ചാണകപ്പൊടിയും മണ്ണും കൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു തളിരും ഒരു 6 മാസത്തേക്ക് വരില്ല. ഒരു കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ അത് നല്ലൊരു വളമാണ് കേട്ടോ കൊടുത്തത്. അത് മാത്രം കൊടുത്താൽ പോരാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കവറിലേക്കൊക്കെ ആക്കി ഒരു 1.5 മാസം വീണ്ടും കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഈ കപ്പലണ്ടി പിണ്ണാക്ക് 1/2 കിലോ എടുത്തിട്ട് 2-3 ലിറ്റർ വെള്ളത്തിൽ ഇട്ടു. പിന്നെ അതിലേക്ക് 1 കിലോ ചാണകം, പച്ചച്ചാണകം ഇട്ടു. ഒരു 300 ശർക്കര ഇട്ടു. എന്നിട്ട് അതിട്ടിട്ട് നമ്മളൊരു 4-5 ദിവസം ഒരു ദിവസത്തിൽ ഒരു വട്ടം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ഇങ്ങനെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ഞാൻ അതിലേക്ക് ഒരു 5 ഇരട്ടി, 4 അല്ല, ഒരു 5 ഇരട്ടി വെള്ളം ഒഴിച്ചു. അതായത് ഒരു 2 ലിറ്റർ ഉണ്ടാവും നമ്മുടെ മെൽറ്റായത്. അതുകൂടെ ഒരു 5 ഇരട്ടി വെള്ളം ഒഴിച്ചു. ആ വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് തെളി ഒരു 2 കപ്പ് ഈ ഒരു മാവിനും എല്ലാത്തിനും ഞാൻ കുറേ വെച്ചിട്ടുണ്ട്, അതിനൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ അത് അവസാനിക്കും ഒരു തവണ. അത് അങ്ങനെ 15 ദിവസം കൂടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യണ കാരണം അത് ഉണ്ടായത്. ഇത് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. കണ്ട ഈ വേനൽക്കാലത്ത് ഉണ്ടായി നിൽക്കുന്ന ഇങ്ങനെ തളിരൊക്കെ. അതെന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളമാണ്. ഇവർക്ക് ഭക്ഷണം വേണം. കാരണം പ്രത്യേകിച്ച് ഈ ഒരു കവറിലായിരിക്കണം. ഈ കവറിലിരിക്കുമ്പോൾ ഇവർക്ക് ഭക്ഷണം അതിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ മണ്ണ് മാത്രം പോരാ, നമ്മൾ വളം കൊടുക്കണം. നിലത്ത് വെച്ചാലും വളം കൊടുത്താലേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടിയായി ഉണ്ടാവും നിലത്തെ വെച്ചു. കാരണം അവർ വേരോടിയിട്ട് നന്നായിട്ട് അവർ ഭക്ഷണം എന്തായാലും പിടിച്ച് മേടിക്കും. അങ്ങനെ നല്ല വളർച്ച വരും. അപ്പോൾ താഴത്ത് വെച്ചപ്പോൾ തന്നെ 7 മാസം കൊണ്ട് ഇതേപോലെ വളർച്ച വന്നു. ഇത് കട്ട് ചെയ്ത കാരണം 4-5 ഭാഗത്തേക്ക് കൊമ്പ് പോയിട്ടാണ് ഇത്ര വന്നത് കേട്ടോ. അതിൻ്റെ ഒരൊറ്റ കൊമ്പ് ഇത്ര ഉയരത്തിൽ വന്നിട്ടുള്ളതല്ല. അപ്പോൾ നമ്മളത് ചെയ്യുക, നമുക്കൊരു സന്തോഷം വേണം ചെയ്യാനായിട്ട്. വെറുതെ മേടിച്ച് വെച്ചാലൊന്നും ഇതുണ്ടാവില്ല. 2 കൊല്ലം കൊണ്ട് കായ് ഉണ്ടാവുന്നത് 5 കൊല്ലം 6 കൊല്ലം പിടിക്കും. വെറുതെ കുറേ കഴിഞ്ഞ് വെട്ടിക്കളയാൻ തോന്നും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് നല്ല ഭക്ഷണം കിട്ടണം, അല്ലെങ്കിൽ അവർ വളരില്ല. പിന്നെ വേറെ കാര്യം ചെയ്യുന്നത്, നമുക്ക് ഇപ്പോൾ കൊടുക്കുന്നത് മുഴുവൻ ഞാൻ പറഞ്ഞത് ജൈവ വളമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് രാസവളം കൊടുക്കണം. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ കവറിൻ്റെ ഈ കടക്കൽ തന്നെ ചെയ്യരുത് കേട്ടോ. കടക്കിൽ നിന്ന് വിട്ടിട്ട് മണ്ണൊന്ന് വെറുതെ മണ്ണ് മാന്തണ ഒരു ചെറിയൊരു ഇത് കിട്ടും. അതുകൊണ്ടൊന്ന് മണ്ണ് മാന്തുക. എന്നിട്ട് അതിൽ ഒരു ചെറിയ ടീസ്പൂൺ പൊട്ടാഷ് ഇട്ട് കൊടുക്കുക, വെതറിയിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറേ ഒഴിക്കരുത്. കുറേ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ പൊത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എല്ലാ വെള്ളം പോവും. ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് 2 നേരം ഒഴിക്കണം. ഇംഗ്ലീഷ് വളമാണ്, അതുകൊണ്ട് കൊടുക്കണം. അവിടുന്ന് 15 ദിവസം കഴിഞ്ഞ് ഇതുപോലെ മണ്ണൊന്ന് മാന്തിയിട്ട് യൂറിയ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. വെതറി ഇട്ട് കൊടുക്കണം. അങ്ങനെ ചുറ്റിട്ട് കൊടുക്കണം, അല്ലാണ്ട് ഒരു വസ്തു ഇട്ട് കൊടുക്കല്ല. ഇതും നമ്മൾ 2 നേരം വെള്ളം നനയ്ക്കുമ്പോൾ ഇതൊക്കെ നല്ല ഗുണമാണ്, നല്ല വളർച്ച വരാനുള്ളതാണ്. പലർക്കും ഇതറിയില്ല. അപ്പോൾ അതിനാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾക്ക് ഈ ഇലയൊക്കെ ഇങ്ങനെ വെട്ടും, ഇങ്ങനെ ഓരോ ജീവികൾ വന്നിട്ട്. അതിന് നമ്മൾ എക്കാലക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഒരു ചെറിയൊരു ഒരു വെള്ളം പോലത്തെ കിട്ടും. അത് നമ്മൾ ഒരു മില്ലി 2 മില്ലിയൊക്കെ 1 ലിറ്ററിൽ ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മീൻ കഴുകിയ വെള്ളം ഒഴിക്കാം. പിന്നെ ചിക്കനും ബീഫൊക്കെ കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ചിക്കനും ബീഫൊക്കെ ഒഴിച്ച് കഴുകണ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടും കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടും മാത്രം ഇവർ നന്നായി വളരില്ല. കൊടുക്കേണ്ട വളങ്ങൾ നമ്മൾ കൊടുക്കണം. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ കുഴി എടുത്തിട്ട് ഇതുപോലെ വളം ചേർക്കാണ്ടാണ് വെച്ചത് വെച്ചെങ്കിൽ വളർച്ച ഉണ്ടാവില്ല. പക്ഷേ അവരെന്താ ചെയ്യാമെന്ന് ആലോചിക്കും. അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കടയില്ലേ, ആ കടയുടെ അപ്പുറത്തായിട്ട് നന്നായി ഒരു കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് നമ്മൾ ചുറ്റും നല്ല പോലെ മണ്ണ് പുറത്തേക്ക് ഇടുക. അപ്പോൾ അതിൻ്റെ റൗണ്ടനെ ഒരു ചാല് പോലെയാവും. അതിൽ നമ്മൾ 1/2 കിലോ എല്ലുപൊടിയും 1/2 കിലോ കപ്പലണ്ടി പിണ്ണാക്കും 250 വേപ്പിൻ പിണ്ണാക്കും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി കലർത്തിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ മണ്ണിട്ട് കൊടുക്കുക.
ശരിക്കും അടിവളം പോലെ തന്നെയാണ്. അപ്പോൾ അത് കിട്ടിയാൽ മതി. ഒരു 6 മാസം 4 മാസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. പക്ഷേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ലറി ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നൈട്രജൻ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് അതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് ഇതുപോലെ പൊടിപ്പൊക്കെ വരാൻ അത് കൊടുക്കേണ്ടത് നല്ലതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ വെറുതെ കേട്ടിരിക്കാതെ ഒന്ന് ലൈക്ക് തരണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ടൊക്കെ തരണം. എന്താണ് നിങ്ങളുടെ ഡൗട്ട് വെച്ചെങ്കിലൊക്കെ ചോദിച്ചോ. നന്നായിട്ട് എനിക്കറിയാവുന്ന ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് മാവും തൈ മാത്രമല്ല, ഞാൻ മാവും തൈ നമ്മൾ പിന്നെ വാങ്ങുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൽ നല്ലത് നോക്കി എടുക്കുക കേട്ടോ. കുറേ വലുത് വേണം എന്നല്ല ഞാൻ പറയുന്നത്. എടുക്കുമ്പോൾ അവർ തരണത് എടുക്കരുത്, നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പം നല്ല വൃത്തിയുള്ള ഇലയും കൊമ്പൊക്കെ ആയിട്ടുള്ളത് എടുക്കുക. പിന്നെ ഒരു ലേശം വലുത് എടുക്കുക, ഒരു 2 അടി 3 അടി ഉയരമുള്ളത് എടുക്കുക. തീരെ ചെറുത് എടുക്കരുത്. 50 രൂപയുടെ ലാഭം നോക്കിയിട്ട് അങ്ങനെ എടുക്കരുത്. നമ്മൾ ഇത്തിരി വലുതെടുക്കുക. അപ്പോൾ അതിനനുസരിച്ചല്ലേ നമുക്ക് നോക്കണ്ടോ. പിന്നെ എടുക്കുമ്പോൾ നല്ല വെറൈറ്റി എടുക്കുക. ഇത് കാലാപാടി എന്നുള്ളതാണ്. സൂപ്പർ മാങ്ങ, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതുമ്മ പൂവൊക്കെ ഉണ്ടായിട്ടാ, പക്ഷേ അത് ആദ്യത്തെ തവണത്തെ കൊഴിഞ്ഞു പോയി. ഇനി അടുത്ത തവണയും ഇതുമ്മ നിറയെ മാങ്ങ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇത് നല്ല മാങ്ങയാണ്, നല്ല കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മാങ്ങ എന്ന് തന്നെ പറയാം. അത് അത്രയും ടേസ്റ്റാണത്. ഭയങ്കര നൂറായിട്ടേ ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോണ പോലെ ഭയങ്കര മധുരം. അപ്പോൾ ഇത് കാലാപാടി എന്ന പേര്. നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ഫസ്റ്റ് വാങ്ങി വെക്കേണ്ടത് ഇത് തന്നെയാണ്. പിന്നെ കാറ്റിമോ നല്ലൊരു വെറൈറ്റിയാണ്, അതും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ബനാന മാംഗോ ഭയങ്കര നല്ലതാണ്. പിന്നെ 2-3 ടൈപ്പ് ഉണ്ട് ഇതുപോലെ തന്നെ, നല്ല വെറൈറ്റി വേറെ ഉണ്ട്. ശോക്കിയൊക്കെ എല്ലാതിൻ്റെ പേര് കിട്ടണ്ട ഈ സമയമായിപ്പൊക്കെ മറന്നുപോയി ഞാൻ. പിന്നെന്താ സിന്ദൂരം നല്ലതാണ്. പിന്നെ എന്താ പറയുക, മഞ്ഞ കളറും പച്ച കളറും ഒക്കെ വേറെ ആയിട്ടുള്ള തരം ഒരു മാവുണ്ട്. ഞാൻ വാങ്ങി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അത് വാങ്ങി വെക്കണം. എനിക്ക് നല്ല രസമാണെന്ന് പറയുന്നിട്ടുണ്ട്. നീളം മാങ്ങ അതൊക്കെ അങ്ങനെ നല്ല ടൈപ്പ് നോക്കി വെക്കുക. അല്ലാണ്ട് പഴയ കാലത്തെ മൂവാണ്ടൻ മാങ്ങ അതിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, അതായത് ഗൃഹാതുരത്വം നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് അത് വാങ്ങരുത്. അതൊക്കെ കുറേ സ്ഥലമുള്ളവർക്കൊക്കെ വാങ്ങാം. ഇങ്ങനത്തെ വെറൈറ്റി വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് നാരൊന്നും ഇല്ലാത്തത് കിട്ടും. ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ ഇത് വാങ്ങുക. പിന്നെ ഇതേപോലെ ആദ്യം നമ്മൾ പോയിട്ട് ഡ്രമ്മിലൊന്നും കൊണ്ടുവന്ന് വെക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ കൊണ്ടുവന്നതിനേക്കാൾ കുറച്ച് നാൾ പുറത്ത് വെക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയൊക്കെ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ച് വലിയ കവറിൽ വെക്കുക. അല്ലെങ്കിൽ നിലത്ത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും കുഴിച്ചിടാം കേട്ടോ. കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിലത്ത് കുഴിച്ചിടുക. ഇങ്ങനെ ഡ്രമ്മിലൊക്കെ വെക്കണം എന്നുള്ള ഒരു സ്റ്റെപ്പായിട്ട് ഡ്രമ്മിലേക്ക് കയറ്റാൻ പാടുള്ളൂ. ഇതിനെപ്പോൾ വേണമെങ്കിലും ഡ്രമ്മിലേക്ക് വെക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഡ്രമ്മിലേക്ക് വെക്കാൻ വിചാരിച്ചില്ല. ഇപ്പോൾ ഇതിനേക്കാൾ വലിയ കവർ വാങ്ങിയിട്ടുണ്ട്, അതിലേക്ക് വെക്കാൻ വിചാരിച്ചിട്ടില്ല. എന്നിട്ട് ഒന്നുകൂടി വലുതായിട്ട് ഡ്രമ്മിലേക്ക് വെക്കണുള്ളൂ. അതേപോലെ കുറേ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഞാൻ കാണിക്കാം. അപ്പോൾ വളത്തിൻ്റെ കാര്യമാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. പിന്നെ ഈ ഒരു 3 മാസം കൂടുമ്പോൾ വീണ്ടും നമ്മൾ 1/2 കിലോ എല്ലുപൊടിയും 250 വേപ്പും പിണ്ണാക്കും ഇതിൻ്റെ കുറച്ച് താത്തി ഇങ്ങനെ മണ്ണെടുത്തിട്ട് ഇട്ട് കൊടുക്കണത് നല്ലതാട്ടോ. 3-4 മാസം കൂടുമ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര റിസൾട്ടാണ്. എൻ്റെ വീട്ടിൽ ഒരു മാവ് വെച്ചിട്ടുണ്ടായിരുന്നു മുൻപ്, 10 വർഷമായി, ഇപ്പോഴും മാങ്ങിണ്ടാവുന്നില്ല. അതെന്താ വെച്ചാൽ അടിവളമൊന്നും ഇല്ലാണ്ട് വെച്ചു, പിന്നെ വളം ചെയ്തിട്ടില്ല, അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ മനസ്സിലാക്കിയത്. ഇപ്പോഴും നമ്മൾ മാങ്ങിണ്ടായിട്ടില്ല, പക്ഷെ നമ്മൾ ചെറുപ്പത്തിലേ നോക്കാണ്ടേ അങ്ങനെ. അപ്പോൾ അതാ പറയുന്നത്, 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടും മാങ്ങിണ്ടാവാത്തത് നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ അവർക്ക് ഭക്ഷണം വേണം, വെറുതെ നിൽക്കുമല്ലെങ്കിൽ അവരത്. അപ്പോൾ നമ്മളായാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തായിരിക്കും, ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇവർക്കും ഭക്ഷണം വേണം. അപ്പോൾ ഇത് ഇങ്ങനെ വളർന്നിട്ടുള്ള തന്നെ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ്. ഇത് നിലത്താണെങ്കിൽ ഇതിൻ്റെ 4 ഇരട്ടി വളർച്ചയാവേണ്ട സമയമായി. പല വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുക മേടിച്ചിടുന്ന പോലെ തന്നെ, അവരിതുപോലെ ഒന്നും നോക്കണില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവരെ മക്കളെ പോലെ നോക്കുമ്പോഴാണ് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടുക. ഇതിൻ്റെ മാങ്ങ തിന്നാനുള്ള പൂതിയേക്കാളും എനിക്കിഷ്ടം ഇവരെന്നെ കാണാനാണ്. ദിവസത്തിൽ ഒരു 3 വട്ടമെങ്കിലും ഇതിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇതിനെ അങ്ങനെ തൊട്ടും തലോടിയും. ഇതിനെ മാത്രമല്ല, ഇവിടെ വേറെയും കുറേ ഉണ്ട്, അവരൊക്കെ നോക്കും. ആ ഒരു എൻ്റെ പഴക്കാട് എന്നാണ് ഞാൻ പറയുക, പഴത്തോട്ടം. ആ പഴത്തോട്ടത്തിലേക്ക് ഞാൻ വന്ന് അവരെയൊക്കെ നോക്കും. ഭയങ്കര ഒരു ഹാപ്പിയാണ്, മനസ്സിന് ഭയങ്കര സമാധാനമാണ്. ഭയങ്കര ടെൻഷനുള്ളവരൊക്കെ ഇതിങ്ങനത്തെ വളർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം, റിലാക്സേഷനൊക്കെ നമ്മുടെ മനസ്സിന് കിട്ടും. പിന്നെ നമുക്കതൊരു എല്ലാ വർഷവും നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുക എന്ന് പറഞ്ഞാൽ, ഫ്രൂട്ട്സിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് റേറ്റാണ് ഫ്രൂട്ട്സിന്. പക്ഷേ നല്ല ഒറിജിനൽ കിട്ടും. പകുതി മൂത്തതൊക്കെയാണ് അന്ന് പഴുപ്പിച്ചിട്ട് തരുന്നത്, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നല്ല വില, 300-400 ഓരോ വില. ഇപ്പോൾ ഈ കാലാപാടി മാങ്ങയൊക്കെ പുറത്ത് വരികയെന്ന് വെച്ചെങ്കിൽ 400-350 പറയുന്നത് കിലോന് റേറ്റ്. അപ്പം നമ്മുടെ വീട്ടിൽ നല്ല മൂത്ത് പഴുത്തത്, ആരും തൊടാത്തത് നമുക്ക് കിട്ടുന്നത് നല്ലതല്ല. എല്ലാതും വെക്കുക. അപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്തവരെന്താ വേണ്ടത് വെച്ചാൽ ഡ്രമ്മിൽ വെക്കുക, അല്ലെങ്കിൽ നല്ല കവർ വാങ്ങാൻ കിട്ടും, അതിൽ വെക്കുക. ആ കവറ് നിങ്ങൾക്ക് അറിയില്ല വെച്ചെങ്കിൽ എന്നോട് ചോദിച്ചോ, അതിൻ്റെ കാര്യങ്ങളും ലിങ്കൊക്കെ ഞാൻ ഇട്ട് തരാം. അപ്പോൾ അത് വാങ്ങി അതിൽ വെക്കുക. അതുപോലെ വലുത് കിട്ടും. അതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കൽ ഒരു 3-4 കൊല്ലം കൂടുമ്പോൾ മാറ്റി വെച്ചാൽ മതി. അപ്പോഴും
നമ്മുടെ മാങ്ങയൊക്കെ എല്ലാ കൊല്ലം കിട്ടും. അപ്പോൾ 5 സെൻറ്റ് സ്ഥലമുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ വെക്കാം കേട്ടോ. അവിടെ പേരകളൊക്കെ ഉണ്ട്, പിന്നെ സീതപ്പഴം ഉണ്ട്, പിന്നെ ചിക്കു നല്ല വേറെ വെറൈറ്റി ചിക്കുണ്ട്, റംബൂട്ടാനുണ്ട്, നാരകമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇനി വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് തരിക. നെഗറ്റീവ് കമൻറ്റ് ആരും ഇടണ്ട കേട്ടോ. ശരി, ഓക്കേ.